ഹേ ഗൈസ്, അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല, എൻ്റെ ഇടവക പള്ളിയായ പഴഞ്ഞിപ്പള്ളി പെരുന്നാളിന് കൊടി കയറുന്നതാണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ നിന്ന് നമ്മുടെ പെരുന്നാൾ അങ്ങോട്ട് സ്റ്റാർട്ടാണ് ഗൈസ്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് പഴഞ്ഞിപ്പള്ളി എന്ന് പറയുന്നത്. നമ്മുടെ കുന്നാളംകാരുടെ ഒരു പ്രത്യേക വികാരവും വിചാരമാണ് ഈ പെരുന്നാൾ പൂരം എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ പഴഞ്ഞിക്കാരുടെ മെയിൻ ഹൈലൈറ്റാണ് ഈ പഴഞ്ഞിപ്പള്ളി പെരുന്നാൾ എന്ന് പറയുന്നത്. പ്രവാസികൾ വരെ വളരെയധികം കഷ്ടപ്പെട്ട് നടത്തുന്ന ഒരു ഭയങ്കര ഗംഭീര പരിപാടിയാണ്. പ്രവാസി പെരുന്നാൾ എന്ന് വരെ പറഞ്ഞ് ഭയങ്കര സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഒരു പെരുന്നാളുണ്ട്. നമ്മുടെ അജ്മാനിൽ വരെ നമ്മുടെ പഴഞ്ഞിപ്പള്ളി പെരുന്നാൾ ഓണാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഗാനമേള ഉണ്ടായിരുന്നു നൈറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും എക്സൈറ്റ്മെൻറ്റോട് കൂടി കാത്തിരുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ലവ് മ്യൂസിക്കിന് വരുന്നത് നമ്മുടെ വിധു പ്രതാപാണ്. അപ്പോൾ അത് വേണ്ടി കാണാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ. അങ്ങനെ നേരെ ഞങ്ങളൊരു ടീമായിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വഴിയരികിലൊക്കെ നല്ല നല്ല കടകൾ വന്നിട്ടുണ്ട് പെരുന്നാളൊക്കെ ആയിട്ട്. പിന്നെ കുറേ ലൈറ്റ്സ് എല്ലാം. ഞങ്ങൾ നമ്മുടെ പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിലെത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഗ്രൗണ്ടൊക്കെ ഫില്ലായി ഗൈസ്. ഞങ്ങൾ കഷ്ടിച്ച് തിക്കി തിരഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഭയങ്കര ആൾക്കാരായിരുന്നു. നമ്മുടെ ഈ പഴഞ്ഞിപ്പള്ളി പെരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്ന് നമ്മ അതിൽ എൻജോയ് ചെയ്ത് പോകുന്ന നല്ല അടിപൊളി പെരുന്നാളാണ് പഴഞ്ഞിപ്പള്ളി പെരുന്നാളും. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ വിധുവിനെ കാണാൻ വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറേ ബലൂൺസും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ പടക്കം പൊട്ടലും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ വിധുവിൻ്റെ എൻട്രി ആണ് ഗൈസ്. അതിന് വേണ്ടിയുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ബാക്കിലായ കാരണം എനിക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് വിധുവിനെ ഒന്ന് കണ്ടത് തന്നെ. ഞാൻ എത്രമാത്രം ജനങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. നല്ല അടിപൊളി പരിപാടി, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ഇട്ട് നല്ലപോലെ എൻജോയ് ചെയ്തു. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ വിധു ആണെങ്കിലും നമ്മുടെ പഴഞ്ഞിക്കാരെ കണ്ട് ആകെ ഞെട്ടിയൊരവസ്ഥ തന്നെയായിരുന്നു. അത്രയ്ക്ക് നല്ല അടിപൊളിയായിരുന്നു. എത്രമാത്രം ജനങ്ങളുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനെയായിരുന്നു. എന്തായാലും പരിപാടി ഭയങ്കര ഉഷാറായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4-5 ദിവസത്തേക്ക് നല്ല ഗംഭീര പരിപാടികൾ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങുമാണ്. ഈ പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നടത്തും. അത്രമാത്രം എല്ലാവരും എൻജോയ് ചെയ്യുന്ന പെരുന്നാളാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ലൈറ്റ്സൊക്കെ കണ്ടിട്ട് തിരിച്ചു പോന്നു.